നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയർ സൂര്യ നമസ്കാരമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കായി ചെയർ സൂര്യ നമസ്കാരം പരിചയപ്പെടുത്തി തരുന്നത് യോഗ അധ്യാപകനായ ആൻ്റണി മാഷാണ്. സാധാരണ നിന്നുകൊണ്ട് ചെയ്യുന്ന സൂര്യ നമസ്കാരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ നടുവേദന, മുട്ടുവേദന, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളുള്ളവർക്കോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓൾട്ടർനേറ്റാണ് ചെയർ സൂര്യ നമസ്കാര. ദീർഘനേരം ഓഫീസിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സൂര്യ നമസ്കാര ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി കസേരയിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക. കൈകൾ തൊഴുതു പിടിച്ച് ബട്ടക്സ് കസേരയിലേക്ക് നന്നായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ നിവർന്നിരിക്കുക. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഏകം ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ശിരസിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുവരിക. ദൃഷ്ടി മുകളിൽ നോക്കി കഴുത്ത് പിന്നിലേക്ക് തൂക്കിയിടാം. ദ്വേ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞ് കൈകൾ കാലിൻ്റെ ഇരുഭാഗത്തുമായിട്ട് വയ്ക്കാം. വയറ് തുടയോട് അമർന്നിരിക്കണം ഈ ഒരു സമയത്ത്. ത്രീണി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ഉയർത്തി മുട്ടുമടക്കി ഉപ്പൂറ്റി കസേരയിൽ കയറ്റി വെക്കാം. കൈകൾ കൊണ്ട് കാൽമുട്ടിൽ ചുറ്റിപ്പിടിച്ച് കാല് വയറിനോട് ചേർത്ത് അമർത്തി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതേസമയം നെഞ്ച് വികസിപ്പിച്ച് തോൾ ഉയർത്തി ശിരസ് പിന്നിലേക്ക് തൂക്കിയിടുകയാണ്. ദൃഷ്ടി മുകളിലേക്കുമാണ്. ചത്വാരി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. പഞ്ച വലത് കാല് നിലത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വീണ്ടും മുകളിലേക്ക് ഉയർത്തി ശിരസിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുവരാം. ദൃഷ്ടി മുകളിലാണ്. കഴുത്ത് പിന്നിലോട്ട് തൂക്കിയിടാം. ഷഡ ശ്വാസം വിട്ട് മുന്നിലോട്ട് കുനിഞ്ഞ് കൈകൾ കാലിൻ്റെ ഇരുഭാഗത്തും വയ്ക്കാം. വയറ് തുടയോട് അമർന്നിരിക്കട്ടെ. സപ്ത ശ്വാസമെടുത്ത് ഇടത് കാലുയർത്തി മുട്ടുമടക്കി കൈകൾ കൊണ്ട് കാൽമുട്ടിൽ ചുറ്റിപ്പിടിച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ തലപ്പിറകിലോട്ട് തൂക്കിയിടാൻ. ദൃഷ്ടി മുകളിലേക്കാണ്. അഷ്ട ശ്വാസം വിട്ട് മുന്നിലോട്ട് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിൽ പതിക്കാം. നവ ഇടത് കാല് നിലത്ത് വെച്ച് കൈകൾ ഉയർത്തി തലയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുവരിക. ദൃഷ്ടി മുകളിൽ, കഴുത്ത് പിറകിലോട്ടാണ്. ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. ദശ ശ്വാസം വിട്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ വീണ്ടും കാലിൻ്റെ ഇരുഭാഗത്തും വെക്കാം. വയറ് തുടയോട് അമർന്നിരിക്കണം. ഏകാദശ കൈകൾ ഉയർത്തി വീണ്ടും പുറകിലേക്ക് ബെൻഡ് ചെയ്യാം. ദൃഷ്ടി മുകളിലോട്ടും തലപ്പിറകിലോട്ട് തൂക്കിയും ഇടാം. ദ്വാദശ സ്ഥിതി കൈകൾ രണ്ടും കൂപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിയിലേക്ക് വീണ്ടും വരിക. ഒരു തവണ കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ഥിതിയിലിരുന്നു. ഏകം കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തി പിറകിലോട്ട് ബെൻഡ് ചെയ്തു. ദൃഷ്ടി മുകളിലേക്ക്, തലപ്പിറകിലോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞു വന്നു. കൈകൾ കാലിനടുത്ത് വെക്കാൻ സാധിക്കുന്നവർ വെക്കാം. ത്രീണി ശ്വാസമെടുത്ത് വലത് കാല് മുട്ടുമടക്കി കാലിൽ കൂട്ടിപ്പിടിച്ചു. തല പിറകിലോട്ട്. ചത്വാരി ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടിനടുത്തേക്ക് കൊണ്ടുവരാം. പഞ്ച ശ്വാസമെടുത്ത് കാല് താഴെ വെച്ച് കൈ മുകളിലേക്ക് ഉയർത്തി. ഷഡ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞു വന്നു. കൈകൾ കാലിനടുത്തായിട്ട് വെക്കാം. സപ്ത ശ്വാസമെടുത്ത് ഇടത് കാല് ഉയർത്തി കൈകൊണ്ട് മുട്ടിൽ കൂട്ടിപ്പിടിച്ചു. തല മുകളിലോട്ട് ഉയർത്തി ദൃഷ്ടി മുകളിലേക്ക്. അഷ്ട ശ്വാസം വിട്ട് തല കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരാം. നവ വീണ്ടും ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി പുറകിലോട്ട് ബെൻഡ് ചെയ്യാം. ദശ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞു വരാം. ഏകാദശ വീണ്ടും ശ്വാസമെടുത്ത് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി പിറകിലോട്ട് ബെൻഡ് ചെയ്യുക. ദ്വാദശ ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതി. ഇവിടെ നമ്മൾ 2 തവണയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് 6 മുതൽ 12 റൗണ്ട് വരെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ അനുസരിച്ച് മാത്രം എത്ര കൗണ്ടാണ് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുന്നിലോട്ട് കുനിയുമ്പോൾ എല്ലാവർക്കും തന്നെ കൈ കാലിനടുത്ത് എത്തണമെന്നോ അല്ലെങ്കിൽ പിന്നിലോട്ട് അത്ര ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. സാവധാനം പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു പ്രാക്ടീസ് ആരംഭിക്കാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.